കൂലി ഫിലിമിന്റെ ആ ഒരു ഹൈപ്പിന്റെ മെയിൻ റീസൺ തന്നെ ഒന്ന് ലോകേഷ്, പിന്നെ അതിലെ കാസ്റ്റിന്റെ ലിസ്റ്റുമാണ് നമുക്ക് അത്രയും ഹൈപ്പ് ആ ഒരു ഫിലിമിന് ഫീൽ ചെയ്യുന്നത്. മോളിവുഡിൽ ഇതിനേക്കാൾ ബിഗ് സ്റ്റാർസ് ഉള്ള നമ്മളുടെ സ്വന്തം മദർ ലാംഗ്വേജ് ആയിട്ടുള്ള ഈ ഒരു മോളിവുഡിൽ ഒരു ഫിലിം വരാൻ പോകുന്നുണ്ട്, പാട്രിയോട്ട്. ഈ ഒരു ഫിലിമിനകത്ത് ലാലേട്ടൻ, മമ്മൂക്ക, ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ അങ്ങനെ തുടങ്ങി മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ മുമ്പ് ഒരു 2020 ഇറങ്ങിയ പോലത്തെ ഒരു എഫക്റ്റിൽ വരാൻ പോകുന്ന ഒരു ഫിലിമാണ് ഈ പാട്രിയോട്ട് എന്ന് പറയുന്നത്. ഈ ഒരു ഫിലിമിന് നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ആ ഒരു ഹൈപ്പ് ഫീൽ ചെയ്യുന്നുണ്ടോ? എന്തുകൊണ്ടാണ് കൂലി എന്ന് പറയുന്ന ആ ഒരു തമിഴ് ഫിലിമിന് ഇത്രയും ഹൈപ്പ് ഫീൽ ചെയ്യുന്നതും പാട്രിയോട്ട് എന്ന് പറയുന്ന ഈ ഒരു ഫിലിമിന് ഇത്ര ഹൈപ്പ് ഫീൽ ചെയ്യാത്തതും? ഒരു ബിഗ് സ്റ്റാർ ക്യാമിയോയിൽ വന്നാൽ മാത്രം പോരാ, അതിനെ ക്രാഫ്റ്റ് ചെയ്യാനും കൂടി ആ ഡയറക്ടറിന് കഴിയണം. ക്യാമിയോ ക്രാഫ്റ്റ്. ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ അൻഷാദ് നിസാർ. എന്താണ് ഈ ക്യാമിയോ ക്രാഫ്റ്റ്? ഈ ക്യാമിയോ എന്നുള്ള വേർഡ് നിങ്ങൾക്ക് അറിയാം. ഒരു സിനിമയിൽ ഒരു ആക്ടറിനെ, ഒരു ബിഗ് സ്റ്റാറിനെ മറ്റ് ഇൻഡസ്ട്രിയിൽ നിന്നോ അല്ലെങ്കിൽ സ്വന്തം ഇൻഡസ്ട്രിയിൽ നിന്നോ ഒരു ക്യാമിയോ അപ്പിയറൻസ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ക്യാമിയോ റോള് അല്ലെങ്കിൽ ക്യാമിയോ കാസ്റ്റിംഗ് എന്നൊക്കെ പറയുന്നത്. പ്രൊമോഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു ക്യാമിയോ പ്രോസസ്സ് ചെയ്യുന്നത്. പക്ഷെ ചില ഡയറക്ടേഴ്സ് ആ ഒരു ക്യാമിയോ റോളിനെ പോലും അവരുടെ ക്രാഫ്റ്റിംഗ് യൂസ് ചെയ്തുകൊണ്ട് 2.5 മണിക്കൂറുള്ള ഒരു ഫിലിമാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലാസ്റ്റത്തെ 10 മിനിറ്റിൽ വരുന്ന ആ ഒരു ക്യാരക്ടർ ഈ ഫുൾ ഫിലിമിനെ ഓവർലാപ്പ് ചെയ്യും. ആക്ടറിന്റെ പെർഫോമൻസ് മാത്രം ഡിപ്പെൻഡഡ് അല്ല, ഒരു ഡയറക്ടറിന്റെ ക്രാഫ്റ്റിംഗ് കൂടെ ഡിപ്പെൻഡഡ് ആണ്. ഡയറക്ടർ പ്ലസ് ആ ഒരു ബിഗ് സ്റ്റാർ പ്ലസ് ആ ഒരു ക്യാരക്ടറിന്റെ ആർക്ക് അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ എങ്ങനെയാണ് ക്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്, ഈ 3 കാര്യങ്ങളും ഒരുപോലെ ബ്ലെൻഡായി വരുന്ന സിറ്റുവേഷൻസിനെയാണ് നമ്മൾ ക്യാമിയോ ക്രാഫ്റ്റ് എന്ന ഒറ്റ വേർഡ് കൊണ്ട് പറയുന്നത്. അതിന് പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് വിക്രം സിനിമയിലെ റോളക്സ്. ലോകേഷ് എങ്ങനെയാണ് ലോകേഷിന്റെ ഫിലിംസിൽ ക്യാമിയോ ക്രാഫ്റ്റ്സ് യൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് പെട്ടെന്ന് നോക്കാം. ഇപ്പൊ എവിടെ തിരിഞ്ഞാലും കൂലിയാണ്. തമിഴ് ഇൻഡസ്ട്രി എന്ന് പറയുന്ന മിക്ക സിനിമകൾക്കും ഒരു മിക്സഡ് റെസ്പോൺസ് അല്ലെങ്കിൽ ഒരു ഫ്ലോപ്പ് റെസ്പോൺസ് ആണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എല്ലാവരും പറയുന്നത് കൂലി എന്ന ഫിലിമിലാണ് അവർക്കെല്ലാം പ്രതീക്ഷ. അത് കൂലി എന്ന ഫിലിമിലല്ല അവർക്ക് പ്രതീക്ഷ, ലോകേഷ് എന്ന ഡയറക്ടറിലാണ് പ്രതീക്ഷ എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. ലോകേഷ് എന്ന് പറയുന്ന സിംഗിൾ ബ്രാൻഡിന്റെ കൂടെ രജനീകാന്ത്, അമീർ ഖാൻ, നാഗാർജുന അത്രയും ക്രൗഡ് പുള്ളിംഗ് ആയിട്ടുള്ള സ്റ്റാർസിനെ അതൊരു മാർക്കറ്റിംഗ് ആണ്. ഇനി ഈ ഒരു ഫിലിം ഇറങ്ങുന്ന സമയത്ത് അമീർ ഖാന്റെ ആ ഒരു ലാസ്റ്റത്തെ ക്യാമിയോ, എൻഡിൽ ഒരു 10 മിനിറ്റിൻ്റെ അകത്തൊക്കെ വരുന്ന ഒരു ക്യാരക്ടറിനെ മാത്രമേ നമുക്ക് ക്യാമിയോ ക്രാഫ്റ്റ് അല്ലെങ്കിൽ ക്യാമിയോ എന്ന് പറയാൻ പറ്റുള്ളൂ. ഈ ഒരു സിനിമ ഇറങ്ങിയാൽ മാത്രമേ നമുക്ക് ആ ഒരു അമീർ ഖാൻ അതിനകത്ത് എന്താണ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ നമുക്ക് കറന്റ്ലി പറയാൻ പറ്റുന്നത് ആ ഒരു പ്രൊമോഷണൽ വൈസ് ലോകേഷിന്റെ ആ ഒരു മാർക്കറ്റിംഗ് വെച്ചിട്ട് ലോകേഷ് ഇത് റിവീൽ ചെയ്യില്ലായിരുന്നു. പക്ഷേ അമീർ ഖാൻ ഓൾറെഡി അതൊരു ഇന്റർവ്യൂവിൽ റിവ്യൂ ചെയ്തു. അപ്പോൾ ആ റിവ്യൂവിൽ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇപ്പൊ കൂലിക്ക് കിട്ടുന്ന ആ ഒരു ഹൈപ്പിനേക്കാൾ ഡബിൾ മടങ്ങ് ഹൈപ്പ് വീണ്ടും ഉണ്ടായേനെ. കാരണം വേറെ ആക്ടേഴ്സിനെ അവർ അതിനകത്തേക്ക് കണക്ട് ചെയ്യാൻ ശ്രമിച്ചേനെ. ക്യാമിയോ ക്രാഫ്റ്റിന്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ലോകേഷിന്റെ വിക്രം ഫിലിം, അതിലെ റോളക്സ് എന്ന ക്യാരക്ടറും. ആ ഒരു കാര്യം മാത്രം മതി എന്താണ് ക്യാമിയോ ക്രാഫ്റ്റ് എന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും. ഒരു ഫുൾ ഫിലിം എടുക്കുകയാണെങ്കിൽ പോലും അതിനകത്ത് കമൽഹാസൻ എന്നൊരു വലിയ ആക്ടർ അവിടെ ഉണ്ട്. അതുപോലെ തന്നെ അതിനകത്ത് ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ആ ഒരു ഫിലിം മേക്ക് ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ക്ലൈമാക്സിലേക്ക് എത്തുന്ന സമയത്ത് ആ ഒരു ആക്ടർ സൂര്യ, ഒരു കമൽഹാസനേക്കാൾ ഏറ്റവും ബിഗ് സ്റ്റാർ ആണോ സൂര്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലാന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ആ ഒരു എൻഡിലെ ഒരു 10 മിനിറ്റ് ആ ഒരു സ്ക്രീൻ പ്രസൻസിൽ ഉണ്ടാക്കിയെടുത്ത ആ ഒരു ഇമ്പാക്റ്റ്, ആ ഒരു ഫിലിമിനകത്ത് ഉണ്ടായിരുന്ന കമൽഹാസൻ എന്ന ആക്ടർ അവിടെ സൈഡായിപ്പോയി. നമ്മളത് മറന്നുപോയി സത്യം പറഞ്ഞാൽ. അതൊരു ഡയറക്ടറുടെ ക്രാഫ്റ്റിംഗ് ആണ്, പ്രൊമോഷൻ മാത്രമല്ല. ഒപ്പം അതിനകത്തൊരു ചെറിയ നോർമൽ ഒരു ഷോട്ടിലൂടെ കൈദി റെഫറൻസ് കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ക്യാമിയോസിനെ ഒന്നിൽ ആ ഒരു ആക്ടർ ഇല്ലാത്ത പോലും അതിനെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ ആ ഒരു ഡയറക്ടറിന് കഴിഞ്ഞു. അതിന് ആ ഒരു ആക്ടർക്കും പങ്കുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ക്യാരക്ടറിനെ ആ ഒരു രീതിയിൽ പ്ലേസ് ചെയ്ത അതിൻ്റെ ആ ഒരു ക്യാരക്ടർ ഡെപ്ത് അത്രത്തോളം കൊടുത്തിരിക്കുന്ന നമ്മളെ ലോകേഷിനും പങ്കുണ്ട്. ആ ഒരു ആക്ടറിന്റെ വാല്യൂ, പുറത്തുള്ള വാല്യൂവും അവിടെ പങ്കുണ്ട്. പിന്നെ നമ്മൾ ഒരു കാര്യം കൂടെ ഓർക്കണം, ആ ഒരു ക്യാമിയോ ഫീലിന് അത്രയും ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ വേറൊരു ചെറിയൊരു കാര്യം കൂടെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, LCU. ഇതേപോലെ തന്നെയാണ് ലോകേഷിന്റെ ലിയോ മൂവിയിൽ ലാസ്റ്റ് ജസ്റ്റ് ഒരു ഫോൺ കോളിൽ വിക്രമിന്റെ ഒരു വോയിസ് കൊടുത്തുകൊണ്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുത്തു. അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് LCU എന്നുള്ള ഒരേ ഒരു കാര്യം മാത്രമാണ്. ലിയോ ഒരു LCU മൂവി അല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ വിക്രമിന്റെ ലാസ്റ്റത്തെ കോള് അല്ലെങ്കിൽ ഒരു കമൽഹാസൻ അതിലേക്ക് എൻട്രി ചെയ്യുന്നു എന്നുള്ളത് ഈ ഇപ്പൊ കിട്ടിയ ആ ഒരു വിക്രം എൻട്രി ചെയ്യുന്നു എന്നുള്ള ആ ഒരു ഇമ്പാക്റ്റിനേക്കാൾ വളരെ കുറവായിരിക്കും. മോളിവുഡിൽ ഒരു ഫിലിം റീസെന്റ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഒരു ക്രാഫ്റ്റ് മാനേക്കാൾ ആ ഒരു സിനിമയിലെ ക്യാമിയോ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ടും പ്രൊമോഷന് വേണ്ടിയിട്ട് ഇറക്കിയതാണ്. എമ്പുരാനിൽ ലാസ്റ്റ് ഒരു ക്യാമിയോ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫിലിമിന്റെ പ്രൊമോഷൻ തൊട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. ആ ഒരു ഡ്രാഗന്റെ ഡ്രസ്സ് ഇട്ടിട്ട് ആരാണെന്നുള്ളത്
ഇട്ട് ഒരുപാട് ഓട്ടിച്ചതാണ്. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് ആ ഒരു ഫിലിമിൻ്റെ ഏറ്റവും ലാസ്റ്റ് എൻഡിൽ ഒരു ചെറിയൊരു 1-2 ഷോട്ട് മാത്രമേ ഉള്ളൂ. ആ ഒരു ഷോട്ടിനകത്ത് ആ ഒരു ക്യാരക്ടറിനെ ജസ്റ്റ് റെഫറൻസ് ചെയ്ത് വിട്ടു. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ക്യാരക്ടർ എത്രത്തോളം ഇമ്പാക്റ്റാണ് കിട്ടിയത്? നമ്മൾ വിക്രമിൽ കിട്ടിയ ആ ഒരു റോളക്സ് എന്ന ക്യാരക്ടറിനെ പോലെ ആ ഒരു സിനിമ ഫുള്ളായിട്ട് ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിൽ ഒരു ഇമ്പാക്റ്റ് ആണോ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടിയത്? അല്ല, അത് ഓഡിയൻസിനല്ല അതിൻ്റെ ഇമ്പാക്റ്റ് കിട്ടിയത്, ആ ഒരു സിനിമയ്ക്കാണ് ഒരു ഇമ്പാക്റ്റ് കിട്ടിയത്. കാരണം പ്രൊമോഷൻ. നമ്മളിവിടെ പറയുന്നത് ഒരു ഡയറക്ടറിൻ്റെ മാർക്കറ്റിംഗ് പ്ലസ് ക്രാഫ്റ്റിംഗ് ആണ്. ഈ രണ്ടും കൂടെ ബ്ലെൻഡായി വന്നാൽ മാത്രമേ ക്യാമിയോ ക്രാഫ്റ്റ് എന്ന കാറ്റഗറിയിൽ പെടുത്താൻ പറ്റൂ. ഇത് മൂന്നും ഒരുപോലെ ബ്ലെൻഡ് ആക്കി യൂസ് ചെയ്യുന്ന ഒരു ഡയറക്ടറാണ് ലോകേഷ് കനകരാജ്. ആ ഒരു പ്രോസസ്സിനെയാണ് ക്യാമിയോ ക്രാഫ്റ്റ് എന്ന് ചുരുക്കി പറഞ്ഞാൽ. ലോകേഷിന്റെ സ്ക്രിപ്റ്റിൽ വരാൻ പോകുന്ന മറ്റൊരു ഫിലിമാണ് ബെൻസ് എന്ന് പറയുന്നത്. ബെൻസും ലോകേഷിന്റെ ഫിലിമായിട്ടുള്ള കൂലിയും എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ജസ്റ്റ് ഇപ്പോൾ എൻ്റെ ഒരു കോൺസെപ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ കൂലി ഫിലിമിനകത്ത് ലാസ്റ്റ് ക്ലൈമാക്സ് സീനിൽ നമ്മൾ ബെൻസിലുള്ള ഏതെങ്കിലും ഒരു ക്യാരക്ടേഴ്സിൻ്റെ ചെറിയൊരു റെഫറൻസ് അതിനകത്ത് കാണിച്ചു പോകും. എന്നിട്ട് ബെൻസ് ഫിലിം വരുന്ന സമയത്ത് അതിനകത്ത് ഈ ഒരു ക്യാരക്ടറിനെ മെയിനായിട്ട് പ്ലേസ് ചെയ്യും. കൂലി എന്ന ഫിലിം ഫസ്റ്റ് നമുക്ക് എൽസി ഒന്നും ഫീൽ ചെയ്യില്ല. പക്ഷേ ബെൻസ് ഇറങ്ങുന്ന സമയത്ത് ഈ കൂലി എന്ന ഫിലിം ഒരു LCUവിൽ പെട്ട സിനിമയാണ് എന്നുള്ളൊരു തോന്നൽ ബെൻസ് ഇറങ്ങുമ്പോൾ നമുക്ക് കിട്ടും. എന്നിട്ട് ആ ബെൻസിനെ അവർ അത് വെച്ച് പ്രൊമോട്ട് ചെയ്യും. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഓപ്ഷൻസ് ലോകേഷിൻ്റെ സിനിമാറ്റിക് യൂണിവേഴ്സിനകത്തുണ്ട്. മേ ബി ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷേ ഇതൊന്നും ഉറപ്പുള്ള കാര്യങ്ങളല്ല. ഇതൊക്കെ നമ്മളെ ഓരോ ഡീകോഡിങ്ങും കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾക്ക് അങ്ങനെ ഏതെങ്കിലും ക്യാമിയോ ക്രാഫ്റ്റ് യൂസ് ചെയ്ത ഫിലിംസ് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഇതിനു മുമ്പ് നമ്മൾ തീമാറ്റിക് പ്രോപ്സിനെ കുറിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, സിനി ഫോണയെ കുറിച്ചും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സെൽഫ് ബ്രാൻഡിങ് പ്ലേലിസ്റ്റ് കൂടാതെ നമുക്ക് വേറൊരു പ്ലേലിസ്റ്റും കൂടിയുണ്ട്. ആ ഒരു വീഡിയോ ഞാൻ റീസെൻ്റ്ലി ഇട്ടിട്ടുണ്ടായിരുന്നു. എങ്ങനെ നിങ്ങൾക്ക് ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആവാം. നമ്മൾ ഈ പറയുന്ന സെൽഫ് ബ്രാൻഡിൻ്റെ പോയിന്റ്സ് നിങ്ങൾ പഠിച്ചാൽ മാത്രം പോരാ, അതെങ്ങനെ നിങ്ങൾ നിങ്ങളുടെ കണ്ടന്റ് ക്രിയേഷനിൽ അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് മെയിൻലി ഞാൻ ആ പ്ലേലിസ്റ്റിൽ പറയുന്നത്. നിങ്ങൾ എന്താണ് ഇതെന്ന് അറിഞ്ഞാൽ മാത്രം പോരാ, അതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളതും കൂടി പഠിക്കണം. അതിന് നിങ്ങൾ ആ മറ്റേ പ്ലേലിസ്റ്റും കൂടെ കാണണം. അപ്പോൾ ആ ഒരു പ്ലേലിസ്റ്റ് വീഡിയോയും ഞാൻ ഇവിടെ കൊടുത്തേക്കാം. അപ്പോൾ ഈ 3 വീഡിയോസിൽ നിങ്ങൾക്ക് ഏതാണ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത് കയറി ചെക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നമ്മൾ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. ഇതിനേക്കാൾ അടിപൊളിയായിട്ടുള്ള വീഡിയോയുമായി കാണാം. ഇറ്റ്സ് മീ അൻഷാൻ നിസാർ.